പുതുതായി വരുന്ന മലയാളത്തിലെ 13 സിനിമയുടെ വിശേഷങ്ങൾ. ടോക്സ് ഓഫ് ഡിക്കേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി നമ്മൾ നോക്കുന്നത് ദാവീദ് എന്ന ചിത്രമാണ്. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബിന് ശേഷം ജോൺ ആൻഡ് മേരി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അച്ചു ബേബി ജോൺ നിർമ്മിക്കുന്ന പുതിയ ചിത്രമാണ് ദാവീദ്. ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചിത്രത്തിൽ ആൻ്റണി വർഗീസ് പെപ്പയാണ് നായകനാകുന്നത്. ഗോവിന്ദ് വിഷ്ണുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഗോവിന്ദ് വിഷ്ണുവും ദീപു രാജീവുമാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതുന്നത്. സെഞ്ചുറി മാക്സ്, ജോൺ ആൻഡ് മേരി പ്രൊഡക്ഷൻസ്, പനോരമ സ്റ്റുഡിയോസ്, എബി എബ്രഹാം, ടോം ജോസഫ് എന്നിവരാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. ലിജോ മോൾ, സൈജു കുറുപ്പ്, വിജയരാഘവൻ, കിച്ചു ടെലസ്, ജെസ് കുക്കു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പുതുമുഖം മുഹമ്മദ് കരാക്കിനൊപ്പം നിരവധി മാർഷ്യൽ ആർട്ടിസ്റ്റുകളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജസ്റ്റിൻ വർഗീസ് ആണ് ചിത്രത്തിൻ്റെ സംഗീതം ഒരുക്കുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കുന്ന ചിത്രം പാർട്ട്നേഴ്സ്. ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ എന്നിവർ മുഖ്യ വേഷങ്ങളിലെത്തുന്ന പാർട്ട്നേഴ്സ് നവാഗതനായ നവീൻ ജോൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രം കൊല്ലപ്പള്ളി ഫിലിംസിൻ്റെ ബാനറിൽ ദിനേശ് കൊല്ലപ്പള്ളിയാണ് നിർമ്മിക്കുന്നത്. 1989 കാസർഗോഡ് കർണാടക അതിർത്തി ഗ്രാമത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം അണിയറ പ്രവർത്തകർ അണിയിച്ചൊരുക്കുന്നത്. മൂന്നാമതായി അവറാൻ. ജിനു എബ്രഹാം ഇന്നോവേഷൻസിൻ്റെ ബാനറിൽ ജിനു വി എബ്രഹാം നിർമ്മിച്ച് ശില്പ അലക്സാണ്ടർ സംവിധാനം ചെയ്യുന്ന അവറാൻ എന്ന ടോവിനോ ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടു. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ തുടങ്ങിയ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടത്. തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലമാണ് അവറാൻ്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത്. ഒരു മാസ് റോം കോം ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നാലാമതായി ഓപ്പറേഷൻ റാഹത്ത്. സംവിധായകൻ മേജർ രവി 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുക്കുന്ന ഓപ്പറേഷൻ റാഹത്ത് എന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. തെന്നിന്ത്യൻ നടൻ ശരത് കുമാർ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ അർജുൻ രവി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. പ്രസിഡൻഷ്യൽ മൂവീസ് ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ ആഷ്ലിൻ മേരി ജോയ് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും കൃഷ്ണകുമാർ കെ എഴുതുന്നു. 2015 സൗദി അറേബ്യയും സഖ്യകക്ഷികളും നടത്തിയ സൈനിക ഇടപെടലിനെ തുടർന്ന് യമനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെയും മറ്റു വിദേശികളെയും ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തനമായിരുന്ന ഓപ്പറേഷൻ റാഹത്ത്. ഈ ഓപ്പറേഷനെ അടിസ്ഥാനമാക്കിയാണ് മേജർ രവി ഈ ചിത്രം ഒരുക്കുന്നത്. നമ്പർ 6 പട്ടാപ്പകൽ. അങ്കമാലി ഡയറീസിന് ശേഷം കിച്ചു തിരക്കഥ എഴുതുന്ന ചിത്രത്തിൽ അപ്പാനി ശരത്താണ് നായകൻ. ഒരു കോമഡി മാസ് എൻ്റർടൈൻമെൻറ്റ് ആയി ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കും. പട്ടാപ്പകൽ എന്ന ചിത്രത്തിൽ കിച്ചു ടെല്ലസ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാസ് കഥ ഒരുക്കുന്നതിൽ കഴിവ് തെളിയിച്ച കിച്ചു ടെല്ലസിൻ്റെ മറ്റൊരു മാസ് എൻ്റർടൈനർ ആയിരിക്കും ഈ ചിത്രം. ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചന. നമ്പർ 7 സ്റ്റാൻഡേർഡ് 10E99 ബാച്ച്. പ്രേക്ഷക ശ്രദ്ധ നേടിയ കുരുവി പാപ്പയ്ക്കു ശേഷം ജോഷി ജോൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ജോഷി ജോണിൻ്റെ തന്നെ ഓഗസ്റ്റിൽ റിലീസിന് തയ്യാറെടുക്കുന്ന സ്റ്റാൻഡേർഡ് 10E99 ബാച്ച് എന്ന ചിത്രത്തിൽ അപ്പാനി ശരത്തും കിച്ചു ടെലസും അഭിനയിച്ചിട്ടുണ്ട്. നമ്പർ 8 അലങ്ങ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ കൂടി റിലീസിന് ഒരുങ്ങുന്ന അലങ്ങ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി റിലീസിന് ഒരുങ്ങുന്നു. ശരത് അപ്പാനിയാണ് ഈ ചിത്രത്തിലെയും നായകൻ. നമ്പർ 9 ജങ്കാർ. റിലീസിന് തയ്യാറെടുക്കുന്ന ജങ്കാർ ശരത് അപ്പാനി പ്രധാന വേഷത്തിൽ എത്തുന്ന മറ്റൊരു ചിത്രമാണ്. നമ്പർ 10 പന്തം. ചുട്ടുപൊള്ളുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സിനിമയാണ് പന്തം. നമ്പർ 11 ചിത്തിനി. ഇച്ചിരി പേടിപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള വരവാണ് ബംഗാളി സുന്ദരി മോക്ഷയുടെ ചിത്തിനി. ഈ ചിത്രത്തിൽ വിനയ് ഫോർട്ടാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നമ്പർ 12 സമാധാന പുസ്തകം. ജോ കൂട്ടുകെട്ടിൻ്റെ അടുത്ത ചിത്രം. സിജു വിൽസന്റെ സമാധാന പുസ്തകം തിയേറ്ററിലേക്ക് ഉടൻ എത്തുന്നു. നമ്പർ 13 സ്വർഗത്തിലെ കട്ടുറുമ്പ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തുന്ന സ്വർഗത്തിലെ കട്ടുറുമ്പ് ജൂലൈ 21 റിലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.